എന്റെ പേര് അഷറഫ്. ഞാനൊരു 10-35 വർഷം കഴിഞ്ഞു. 15 വർഷം കഴിഞ്ഞു മീൻ പിടിക്കൽ തുടങ്ങിയിട്ട്. ഇപ്പൊ നമ്മള് മുൻകാലത്ത് തൊഴിഞ്ഞിട്ടാണ് പോക്കി. ഞാനൊക്കെ തൊഴിഞ്ഞിട്ട് ഓടെന്ന് പറഞ്ഞ സാധനം തണ്ട് വലിച്ചിട്ടാ പോകും. അതിൽ തൊഴിഞ്ഞ് ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ച വ്യക്തികളെയാണ്. അന്ന് ഇഷ്ടംപോലെ മീനുണ്ടായി എന്ന് പറഞ്ഞാൽ ഈ കടപ്പുറം മുഴുവൻ ഉണക്കി പരുത്തൽ ഞമ്മക്ക് അന്ന് കിട്ടും 10 റുപ്യ 20 റുപ്യ ഒരാൾക്ക് കിട്ടല്. അത്തരമുള്ളൊരു വില ഉള്ളു മീൻ. ആ വിലക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു ഓളം മീൻ കൊണ്ടുവന്നാൽ കൊടുക്കൽ അത് 2500 റുപ്യക്കാണ്. അപ്പൊ നമുക്ക് ഈ 25 ആള് പോലെ എന്ത് കിട്ടും എന്നുള്ളത് ഇതിന് ചിലവൊക്കെ കഴിച്ചാൽ എന്ത് കിട്ടും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാനുള്ള ഒരു അവസ്ഥകളാണ്. അതായത് ഇവിടുന്ന് നമ്മൾ കണ്ണൂർ വരെ ഓടാണെങ്കിൽ അതിനനുസരിച്ച് ചെലവ് കൂടും. ഇവിടുന്ന് നമ്മൾ ചേറ്റുപോയ ഇങ്ങനെ ഓടാണെങ്കിൽ അതിനനുസരിച്ച് ചെലവ് കൂടും. അപ്പൊ 35,000 25,000 30,000 റുപ്യന്റെ അടുത്തുണ്ടാവും. അത് ഡീസലിന് വേണം. ഒരു 2,500-2,500 റുപ്യ നമ്മളെ ഭക്ഷണ സാധനത്തിന് വേണം. അത്തരം നമ്മൾ കണ്ടീഷനായിട്ട് നമ്മൾ പോകണം. അപ്പൊ നമ്മൾ ഇത് എത്രയോ പ്രാവശ്യം നഷ്ടപ്പെട്ടുകൊണ്ട് വരുന്നുണ്ട്. ഇതൊക്കെ നമ്മളിവിടെ കൂട്ടി വെച്ചിട്ട് ഒരാൾ നമുക്ക് വേറെ തരൂല. ഇല്ല അവിടുന്ന് ഇവിടുന്നൊക്കെ എന്ത് ചെയ്യാം, അങ്ങ് പൈസ ഉള്ളവരടുത്ത് പോയി കടമാവും. പിന്നെ നമ്മളൊന്ന് കിട്ടും ആ കടം വീടാൻ നോക്കും. അപ്പോഴും നമുക്ക് ഇവിടെ വരുമാനം വരില്ല. ആ കടം വീടാനുള്ള സംവിധാനം തന്നെ കിട്ടുന്നില്ല. ഇവിടെ വരുമാനം ഇട്ട് അതും വരില്ല. അപ്പൊ അങ്ങനെ എത്രയോ സാധനങ്ങൾ ഇവിടെ നഷ്ടപ്പെട്ടു പോയി. ഇല്ല ഇന്ന് വളരെ മീൻ വളരെ ഒരുപാട് ചുരുങ്ങിപ്പോയി. ഈ കടലിൽ തന്നെ വളരെ ചുരുക്കമാണ് മീനുകൾ. ഇന്ന് ക്യാമറ എന്ന് പറഞ്ഞാൽ ഈ ഫിലിം വെള്ളത്തിൽ കിട്ടിട്ട് അതിൽ നോക്കിയിട്ടാണ് മീൻ പിടിക്കുന്നത്. മുമ്പ് ഞങ്ങൾ അതല്ല, മീൻ കടലിന്റെ മുകളില് ഇതിന് ചുവപ്പ് കളറായിട്ട് വരും. പൊലത്തിട്ട് പൊലപ്പെന്ന് നമ്മൾ പറയാം. കൂട്ടത്തോടെ വരുമ്പോൾ കൂട്ടത്തോടെ വരുമ്പോ നമ്മള് കടൽ തീരത്ത് പറയല് പൊലപ്പെന്ന് പറയും. അത് നല്ല ചോപ്പടിച്ച് ഇങ്ങനെ വരുമ്പോ നമ്മൾ അതാ വരുന്ന അങ്ങോട്ട് പ്രധാന കാരണങ്ങൾ. ഇനി മഴ വന്നു കഴിഞ്ഞാലും മഴന്റെ പ്രശ്നങ്ങൾ അതുകൊണ്ട് മറ്റുള്ള മേഖലയിൽ വെള്ളപ്പൊക്ക ക്ഷോഭങ്ങളൊക്കെ എടുത്ത് ഒരുപാട് നഷ്ടം വരുന്നു, ഒരുപാട് വീട് പോകുന്നു, ഒരുപാട് ആളുകൾ മരിക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും പ്രശ്നം തന്നെ നമുക്ക്.